ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൃഷ്ണ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കിഡിലൻ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനു മുന്നേ ഒരു ബിരിയാണി വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ലേറ്റ് ആയെങ്കിലും നമ്മൾ ബിരിയാണി റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ ഒരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമ്മളൊരു 15-30 മിനിറ്റോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഒരു 3 വലിയ തക്കാളിയും അതുപോലെ ഒരു 5-6 സവാളയും എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ സവാള എത്രത്തോളം കനം കുറഞ്ഞ് അരിയാൻ പറ്റുന്നോ അത്രത്തോളം കനം കുറച്ച് അരിയാൻ നോക്കാം കേട്ടോ. അതുപോലെ തന്നെ തക്കാളി നമ്മൾ അരിയുന്നുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ തക്കാളി അരിഞ്ഞെടുക്കാം കേട്ടോ. സ്ലൈസ് ചെയ്തിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അരിഞ്ഞെടുക്കാം. അപ്പം നമ്മളിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവാള, തക്കാളി, ഒരു 4-5 പച്ചമുളകും കുറച്ച് വേപ്പിലയും എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് ചിക്കൻ കറിയുടെ മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂണോളം ഓയിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നമ്മൾ സവാള ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ വീട്ടിൽ അമ്മ ഇടയ്ക്ക് പറയാറുണ്ട്, ഉപ്പ് ഇങ്ങനെ നമ്മളെപ്പോഴും സവാള ഇളക്കിക്കൊണ്ടിരിക്കാതെ മൂടി വെച്ച് ജസ്റ്റ് വേവിച്ചെടുത്താൽ അത് പെട്ടെന്ന് നന്നായിട്ട് വഴണ്ടി കിട്ടുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് വർക്കാവാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി ചെയ്യാണ്. നമ്മൾ ചിക്കനൊക്കെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അത് വറുത്ത് കോരി മാറ്റി വയ്ക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സവാള കണ്ടോ ഈ ഒരു പരുവം ആവണം കേട്ടോ. നല്ല ബ്രൗൺ ഈ ഒരു കളറിലാവുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ പച്ചമുളകും വേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ തക്കാളിയും നന്നായിട്ട് വഴണ്ട് നല്ല ഉടഞ്ഞ് ഇങ്ങനെ ഈ ഒരു പരുവം ആവണം കേട്ടോ. ഇങ്ങനെ ആവുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി നമ്മൾ അതിൻ്റെ ഇരട്ടിയാണ് കേട്ടോ ഇടാറ്. അപ്പോൾ 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഇതുപോലെ നന്നായിട്ട് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കാഷ്നട്ട്. ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തി എടുത്തിട്ട് നമ്മൾ അടിച്ച് എടുത്താണ് കേട്ടോ. അപ്പോൾ ഇതൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതെല്ലാം ചേർത്തിട്ട് നമ്മളുടെ ചിക്കൻ കറി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സൂപ്പർ ഗ്രേവിയാണ് കേട്ടോ. ചിക്കനായാലും എന്തിനായാലും നല്ലൊരു പെർഫെക്റ്റ് സംഭവമാണ് ഈ ചിക്കൻ്റെ ഈ ഒരു മസാല കേട്ടോ. അങ്ങനെ നമ്മൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വേറൊരു പാനിൽ ഇതുപോലെ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ട് നമ്മുടെ ഓൾ സ്പൈസസ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് സെറ്റായി വരുമ്പോൾ ഒരു 1/2 സവാള കേട്ടോ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് സെറ്റായി വരുമ്പോൾ നമ്മളതിലേക്ക് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. നമ്മൾ 4 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 7 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിക്കുന്നത്. ആ സെയിം ഗ്ലാസ് അളവിൽ 7 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതൊന്ന് തിളച്ച് സെറ്റാകുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഉപ്പിട്ടിട്ട് മൂടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അരി നമ്മൾ ഓൾറെഡി വെള്ളത്തിൽ കുതിർത്തി നന്നായിട്ട് വെള്ളമൊക്കെ മാറ്റി അരിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അരി. എന്നിട്ട് നമ്മൾ അടുത്ത പരിപാടി ചെയ്യാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യിൽ ഉണക്ക മുന്തിരിയും കശുവണ്ടിയും കൂടെ നന്നായിട്ട് വറുത്ത് എടുത്ത് സെറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ സവാള പൊതുവേ നമ്മൾ ഇപ്പോൾ ചെയ്യാറുള്ളത് ഈ വെണ്ണയിൽ വറക്കാതെ ജസ്റ്റ് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് മൈക്രോവേവിൽ വെച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പം നമ്മൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ആദ്യം ഒരു 3 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കൊന്നും കൂടെ ഇളക്കി കൊടുത്ത് വീണ്ടും ഒരു 3 മിനിറ്റും കൂടെ ഒക്കെ വെക്കാം. അപ്പോൾ അത് ആവുന്ന വരെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടാൽ നല്ല ക്രിസ്പി ആയിട്ട് നല്ല സെറ്റായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതൊരു 90% വെന്തു കേട്ടോ. ഈ ഒരു അരി 90% വെന്തതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാണ്.
അതിനുശേഷം നമ്മൾ ആ സെയിം പാനിൽ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ കറി അതിലോട്ട് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ വെന്ത ചോറ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അതൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ തന്നെ കുറച്ച് നെയ്യും അതുപോലെ തന്നെ മല്ലിയിലയും നമ്മളിതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക വറുത്ത് വെച്ചിരുന്ന മുന്തിരി സംഭവങ്ങളെല്ലാം കൂടെ നമ്മളിതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മൂടി നമ്മളതൊന്ന് ഒരു പാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് ഇതിങ്ങനെ വെക്കണം കേട്ടോ. അതിനുശേഷം നമുക്കൊരു ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് 15 മിനിറ്റ് ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം നമുക്കത് ദമ്മ് ചെയ്തത് പൊട്ടിക്കാം കേട്ടോ. അങ്ങനെ നമ്മളത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ബിരിയാണി. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. നല്ല ബിരിയാണിയാണ്. ഇതെല്ലാം നല്ല കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.